പാലക്കാട് വാണിയംകുളം പനയൂരിലുണ്ടായത് ശക്തമായ മലവെള്ളപ്പാച്ചിലാണെന്ന് പഞ്ചായത്ത് അധികൃതർ. ഉരുൾപൊട്ടലുണ്ടായെന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്ന് നിറഞ്ഞിട്ടുണ്ട്. 3 വീടുകളുടെ മതിലിടിഞ്ഞു താഴ്ന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, അവിടെ നിന്ന് ആളുകളെയൊക്കെ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ദിവ്യ, അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ ശക്തമായ ഈ മഴ തുടർച്ചയായി നീണ്ടു നിന്നിരുന്നു. അത് മൂലമുണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു ഞാൻ നിൽക്കുന്ന വീടിന്റെ മതില് ഒരു ഭാഗം തകർന്നു പോയിട്ടുണ്ട്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും പഞ്ചായത്ത് സെക്രട്ടറി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോ ഈ റബ്ബർ എസ്റ്റേറ്റും മറ്റുമൊക്കെയാണ് മുകളിലുള്ളത്. ഇത് എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഇവിടെ രാവിലെ ഒരു 10:30 നല്ല രീതിയിലുള്ള മഴ തുടങ്ങി. ഒരു മണിക്കൂർ മഴ ശക്തമായിട്ട് നിന്ന് പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ വെള്ളം പോകുന്ന ചാലുകളുണ്ട്. അത് കവിഞ്ഞ് വെള്ളം ഓവർഫ്ലോ ആയിട്ട് വന്നു, വീടിൻ്റെ മുറ്റത്ത് കൂടെ വന്നു. സ്വാഭാവികമായിട്ട് അത് ഓവർഫ്ലോ ആയപ്പോൾ മതിലിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ 1-2 സ്ഥലത്ത് മതിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഈ പുഴയും മറ്റൊന്നും മുകളിലില്ലല്ലോ, മലവെള്ളപ്പാച്ചിൽ അല്ല, ഈ സ്വാഭാവികമായിട്ട് അമിതമായി പെയ്ത വെള്ളമാണ്. അതെ, അങ്ങനെയാണ് മനസ്സിലാവുന്നത്. മറ്റ് എന്തെങ്കിലും അപകട സാധ്യത ഉള്ളതായിട്ട് കാണുന്നില്ല. മഴവെള്ളം അധികമായ അളവിൽ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വെള്ളപ്പാച്ചിലായിട്ടാണ് കാണുന്നത്. ഇതാണ് ഈ വെള്ളം പാച്ചിൽ എന്ന് പറയാൻ കഴിയില്ല, അമിതമായി വന്ന ഈ വെള്ളം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചേച്ചി ഇവിടെ തന്നെയാണോ? പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. എന്താ മനസ്സിലാക്കുന്നത്? മഴ കൂടുതലായിട്ട് മഴ ഉണ്ടായ സമയമായതുകൊണ്ട് സാധാരണ അപ്പുറത്ത് നല്ല വെള്ളം പോകാനുള്ള ഒരു ചാലുണ്ട്, അതൊന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മറിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വന്ന്, അതന്നെയാണ് സമയം. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കൂടുതൽ വന്ന കാരണം കൊണ്ട് കഴിഞ്ഞ് വെള്ളം വന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ടായത്. അതിൽ കൂടുതലായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആളുകളെ മാറ്റാനുള്ള സംവിധാനം ചെയ്യുക. സംവിധാനത്തോടെ റവന്യൂ വകുപ്പ് അവർ എത്തിയിട്ടുണ്ട്. സംവിധാനം ഇപ്പോൾ തഹസിൽദാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ചെയ്യാം. ഇപ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ തന്നെയാണല്ലോ വീട്, എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? ഞങ്ങള് ആകെ ഭയത്തിൽ തന്നെയാണ്. ഇനിയിപ്പോ രാത്രി ഇത് ഉണ്ടാവുമെന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം അങ്ങനെ ഫോഴ്സിലാണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. മുറ്റൊക്കെ നിറയെ ചെളി വന്നടിഞ്ഞു കൂടിയിട്ട് അവിടെ കാണാൻ ഭയങ്കര തന്നെയായിരുന്നു സംഭവം. ഞങ്ങൾക്ക് ആകെ പേടിയില്ല. നിങ്ങൾക്ക് എന്താണ് വലിയ ശബ്ദം കേട്ടോ? ഇടി വെട്ടുകയാണെന്ന് കരുതി നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ പേടിച്ചിട്ട് വേഗം ഓടി ഇവിടുന്ന്. ഇതിന് മുൻപ് ഇങ്ങനെ എന്തെങ്കിലും മണ്ണിടിച്ചിലോ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയ്ക്കും ശക്തമായിട്ടുള്ളത്. വെള്ളം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോ ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് വെള്ളം കുത്തിയൊഴുകി വരുമായിരുന്നു? അതെ, കുത്തിയൊഴുകി വരുന്നായിരുന്നു. നല്ല 2 ആളുടെ ഹൈറ്റിൽ വരുന്നുണ്ടായിരുന്നു വെള്ളം. ഇപ്പൊ എന്താണ് ഇവിടെ ഒരു വീടിന്റെ മതിൽ പോയിട്ടുണ്ട്, അതേമാതിരിയുള്ള നാശനഷ്ടങ്ങളാണല്ലേ? അതെ, ഞങ്ങളുടെ വീടിന്റെയും ഇതിപ്പോ തൊട്ട വീട് അമ്മാവന്റെ വീടാണ്. അവരുടെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സൈഡ് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്, ബാക്ക് വശം ഇടിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഇത്തരമൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ആളുകൾ ഇങ്ങനെ വലിയൊരു ഭയപ്പാട് ഉണ്ടായത്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ പുഴയോ മറ്റ് ഈ ജലാശയങ്ങളോ ഒന്നും തന്നെ ഇതിന് മുകളിലില്ല. ഈ വലിയ തോതിൽ മഴ പെയ്തപ്പോൾ വെള്ളം വലിയ രീതിയിൽ കുത്തി ഒഴുകി വന്ന് ചില നാശനഷ്ടങ്ങൾ മതിലും മറ്റും ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും മഴ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. ഇവിടെ നിലവിൽ മഴയില്ല. മഴ ഈ രാവിലെ ശക്തമായ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നല്ലേ? അതെ, ഒരു 10:30 മുതലാണ് മഴ ഉണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. തൊട്ട സ്റ്റേറ്റിൽ പണിക്ക് പോയിരിക്കുകയായിരുന്നു. ഈ റബ്ബർ എസ്റ്റേറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും മുകളിലുണ്ടോ? ഇല്ല, ഇതന്നെ ഉള്ളു, റബ്ബർ എസ്റ്റേറ്റ് മുതലുള്ളൂ. പിന്നെ വീടിന്റെ നേരെ ബാക്ക് തെങ്ങും തോപ്പാണ്. ഇപ്പോ ഇതിനു മുൻപ് ഇങ്ങനെ വലിയ രീതിയിൽ വെള്ളം വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു, ആദ്യമായിട്ടാണ്. മുകളിൽ പുഴയോ മറ്റു തോടൊന്നുമില്ല? ഒന്നും തന്നെ. എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ സംഭവിച്ച നാശനഷ്ടങ്ങൾ? ഇതന്നെ ഇങ്ങനെ വെള്ളം വന്ന് ഇടിഞ്ഞ് പോയിട്ടുണ്ട്. അറിഞ്ഞു ഈ സാധാരണ ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു ശബ്ദവും ഈ വെള്ളം കുത്തിയൊലിച്ച് വന്നതുമാണ് ഇത്ര വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇവിടെ ഈ പതിവിൽ കവിഞ്ഞുള്ള ശക്തമായ മഴ 1 മണിക്കൂറിലധികം നീണ്ടു നിന്നതുകൊണ്ടുണ്ടായ ഒരു മലവെള്ളപ്പാച്ചിൽ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യും എന്നുള്ളത് കൂടിയാണ് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നത്. ദിവ്യ.